ഏതോ ഒരു പുരുഷനും ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കാണുമ്പോഴാണ്. രാഷ്ട്രീയക്കാര് പറയും സാക്ഷാൽ നരസിംഹറാവു പോലും ജീവിതത്തിൽ ആദ്യം ചിരിച്ചത് ഐശ്വര്യറായിയെ കണ്ടപ്പോഴാണ്. അന്ന് വരെ ചിരിച്ചിട്ടില്ലെന്ന് ചിരി ആരംഭിച്ചു. അന്നു മുതൽ പെണ്ണുങ്ങൾക്ക് ദൈവം കൊടുത്ത ഒരു വരവാണ് രണ്ട് രീതിയിൽ ആണുങ്ങളെ വരച്ച വരയെ നിർത്താം. കെട്ടിയവൻ ഏത് DGP ആണേലും ഏത് പോലീസ് സൂപ്രണ്ടാണേലും പെണ്ണ് മനസ്സ് വെച്ചോ അവനെ ഒരു പത്മവ്യൂഹത്തിനകത്ത് പെടുത്താനായിട്ട് അവർക്ക് പറ്റും. രണ്ട് രീതിയിലാണ്. ഒന്ന് ചിരി. പെണ്ണുങ്ങൾ ചിരിച്ചോ ആ ചിരി വലിയൊരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് പെണ്ണുങ്ങളുടെ ചിരിയുടെ മുമ്പിൽ ആണുങ്ങൾ വീണു പോകും. കാരണം പെണ്ണുങ്ങളുടെ ചിരിക്ക് നല്ല സൗന്ദര്യമുണ്ടെന്ന് സ്ത്രീകൾക്ക് അറിയത്തില്ല, അത് ആണുങ്ങൾക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ടല്ലേ കവി പാടിയത് അവൾ ചിരിച്ചാൽ മുത്തു ചെതറും. അത് കല്യാണത്തിന് മുമ്പാണ്. കല്യാണം കഴിഞ്ഞാലോ അവൻ അടിച്ചാൽ പല്ല് ചെതറും, അത് മറ്റൊരു വശം. പക്ഷെ സുന്ദരമായിട്ട് ചിരിക്കാതെ കഴിയും ദൈവം കൊടുത്തിട്ടുണ്ട്. എത്ര മനപ്രയാസമുള്ള ഭർത്താവാണേലും പുറത്തു പോയിട്ട് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഭാര്യ ഒന്ന് ചിരിച്ചാൽ അവന്റെ മനപ്രയാസം സൂര്യപ്രകാശത്തിൽ മഞ്ഞുകട്ട പോലെ ഉരുകിപ്പോകും. പക്ഷെ പല പെണ്ണുങ്ങളും ചിരിക്കത്തില്ല. അല്പം ടെൻഷൻ വന്നു നീണ്ട പടവലങ്ങ പോലെ മോന്ത നീട്ടി ഒറ്റപ്പെടുത്തും. അത് കാണുമ്പം അവന്റെ ഷുഗറെ പ്രഷർ അങ്ങേയറ്റം പൊങ്ങാനായിട്ട് തുടങ്ങും. പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് ചിരിച്ചാൽ ആണുങ്ങളുടെ മനപ്രയാസം മാറും. പക്ഷെ ഒരുവിധം ആക്കുന്ന ചിരിയുണ്ട്, അതുകൂടി ചിരിച്ചേക്കല്ലേ മര്യാദയ്ക്ക് ചിരിച്ചാൽ. രണ്ട്, കരഞ്ഞോണം. പെണ്ണുങ്ങൾ കരഞ്ഞാലും ആണുങ്ങൾ വീഴും. പെങ്ങള് കരഞ്ഞാൽ ആങ്ങളെ ഉരുകും. കാമുകി കരഞ്ഞാൽ കാമുകൻ അലിയും. ഭാര്യ കരഞ്ഞാൽ ഭർത്താവ് ആകെപ്പാടെ തളരും. മോള് കരഞ്ഞാൽ അപ്പന് വല്ലാത്ത ടെൻഷൻ. പെണ്ണുങ്ങളുടെ കണ്ണുനീരിന് മുമ്പിൽ ആണുങ്ങൾ പെട്ടെന്ന് കുതിർന്നു പോകും. കാരണം ആണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്, അവൻ മണ്ണിൽ നിന്നും ഉണ്ടായവനായതുകൊണ്ട് വെള്ളം വീണാൽ അവൻ പെട്ടെന്ന് കുഴഞ്ഞു പോകും, കുതിർന്നു പോകും. പക്ഷെ പെണ്ണുങ്ങളെ ആസിഡ് ഒഴിച്ചാൽ പോലും ഇളക്കാൻ പറ്റുകയില്ല. കാരണം എല്ലേന്നുണ്ടായതാണ്, നല്ല കട്ടിയാണെന്നാണ് വെയ്പ്പ്.